ഏറെ ആരാധകരുള്ള താരമാണ് ഉർവശി. 1978 റിലീസായി വിടരുന്ന മുട്ടുകൾ എന്ന മലയാള സിനിമയിലാണ് ഉർവശി ആദ്യമായി അഭിനയിച്ചത്. 1979 കതിർ മണ്ഡപം എന്ന സിനിമയിൽ ജയഭാരതിയുടെ മകളായി അഭിനയിച്ചു. 1980 ശ്രീവിദ്യയുടെ ഡാൻസ് സ്റ്റുഡന്റായി ദിഗ് വിജയം എന്ന സിനിമയിലും ഒരു വേഷം ചെയ്തു. 1983 13-ാം വയസ്സിലാണ് ആദ്യമായി നായികയായി അഭിനയിച്ചത്. കാർത്തിക് നായകനായ തുടരും ഉണർവ് എന്ന തമിഴ് സിനിമയിലും താരം അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പോൾ മലയാള സിനിമയിൽ ഒരു സ്ത്രീപക്ഷ സിനിമ അല്ലെങ്കിൽ ഒരു സ്ത്രീ പ്രധാന കഥാപാത്രമായി അവതരിപ്പിക്കുന്ന സിനിമ ഇറക്കണമെങ്കിൽ ഉർവശിയെ പോലെ വളരെ ബോൾഡ് ആയിട്ടുള്ള ഒരു നടി ഉണ്ടായേ തീരും. അത്തരത്തിലൊരു സ്റ്റേജിലേക്ക് എത്താൻ ഉർവശി, മഞ്ജു വാര്യർ പോലെയുള്ളവർക്ക് മാത്രമേ ഇതുവരെ മലയാളത്തിൽ സാധിച്ചിട്ടുള്ളൂ. ഇപ്പോഴത്തെ ഉർവശിയുടെയും മഞ്ജു വാര്യരുടെയും ഒരു വീഡിയോ ആണ് വൈറലാവുന്നത്. ഉർവശിയുടെ മകൾ അഭിനയിക്കുന്ന പുതിയ സിനിമയുടെ ട്രെയിലർ ലോഞ്ചിനായിട്ടായിരുന്നു ഇരുവരും ഒന്നിച്ചെത്തിയത്. ഇതിനിടെ വേദിയിൽ വെച്ച് ഉർവശി പറഞ്ഞ കാര്യമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയം. ഉർവശിയാണോ മഞ്ജു വാര്യരാണോ യഥാർത്ഥ ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് തർക്കം പലകുറി സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴത്തെ സൂപ്പർ താര വിശേഷണത്തെ സംബന്ധിച്ച് തന്റെ നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ് ഉർവശി. ഉർവശിയെയും മഞ്ജു വാര്യരെയും വേദിയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് രണ്ട് സൂപ്പർ താരങ്ങളുടെ സംഗമമാണ് നടക്കുന്നത് എന്നതായിരുന്നു അവതാരക പറഞ്ഞത്. ഇതിന് പിന്നാലെയായിരുന്നു ഉർവശിയുടെ പ്രതികരണം. രണ്ട് സൂപ്പർ സ്റ്റാർ എന്ന് ഈ കുട്ടി പറഞ്ഞു. അത് ഒന്നു മതി. സൂപ്പർ താരം എന്ന് പറയുന്നതിൽ എനിക്ക് താല്പര്യമില്ല. കാരണം അങ്ങനെ ഒരു മഹാഭാരം ചുമക്കാനൊന്നും കഴിയില്ല. സൂപ്പർ സ്റ്റാർ ആയിട്ട് നടക്കുക എന്നത് ഭയങ്കര പാടാണ്. നമുക്ക് ഇങ്ങനെ കുഴപ്പമൊന്നും ഇല്ലാതെ സൈഡിൽ കൂടെ പോയാൽ മതിയെന്നും ഉർവശി പറഞ്ഞു. അതേസമയം മഞ്ജുവുമായി ഒരു സിനിമ നേരത്തെ പ്ലാൻ ചെയ്തിരുന്നു എന്നും എന്തോ കാരണത്താൽ അത് നടക്കാതെ പോയി എന്നും ഉർവശി കൂട്ടിച്ചേർത്തു. അതിനിടെ ഉർവശി ചേച്ചി മഹാനടിയാണ് എന്നും കുട്ടിക്കാലം തൊട്ട് താൻ ആരാധിക്കുന്ന നടിയാണ് ഉർവശി എന്നും മഞ്ജു പറഞ്ഞു. ഇപ്പോഴും അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന നടിയാണ് ഉർവശി ചേച്ചി എന്നും മഞ്ജു കൂട്ടിച്ചേർത്തു. ഉർവശി ചേച്ചിയുടെ അടുത്ത് നിൽക്കുമ്പോഴെല്ലാം എനിക്ക് അമ്പരപ്പാണ്. ഞാൻ നോക്കിയിരിക്കും. ഉർവശി ചേച്ചിയുടെ സദസ്സിൽ എനിക്കും ഇരിക്കാൻ സാധിച്ചതിൽ സന്തോഷമുണ്ടെന്നും മഞ്ജു വാര്യർ പറഞ്ഞു. അതേസമയം ഉർവശിയുടെ മകൾ കുഞ്ഞാറ്റയുടെ സിനിമാ പ്രവേശനത്തിലും മഞ്ജു അഭിനന്ദനം അറിയിച്ചു. വലിയ ലെഗസിയാണ് കുഞ്ഞാറ്റയ്ക്ക് മുന്നോട്ട് കൊണ്ടുപോകാനുള്ളതെന്നും എല്ലാവിധ ആശംസകളും അറിയിക്കുന്നതായും മഞ്ജു വാര്യർ പറഞ്ഞു. നേരത്തെ ഉർവശി നടൻ മനോജ് കെ ജയനായിരുന്നു വിവാഹം കഴിച്ചിരുന്നത്. ഈ ബന്ധത്തിലുള്ള കുട്ടിയാണ് കുഞ്ഞാറ്റ. പിന്നീട് ഇരുവരും വിവാഹമോചിതരാവുകയായിരുന്നു. അതേസമയം കരിയറിലെ ഏറ്റവും മികച്ച സമയത്ത് നിൽക്കുമ്പോഴാണ് നടി അഭിനയ രംഗം വിടുന്നത്. 3 വർഷക്കാലം മഞ്ജു സിനിമാ രംഗത്തുണ്ടാക്കിയ തരംഗം ചെറുതല്ല. നടൻ ദിലീപുമായുള്ള വിവാഹശേഷം മഞ്ജു വാര്യർ സിനിമാ ലോകത്തു നിന്ന് മാറി നിന്നു. മഞ്ജു സിനിമാ ലോകം വിട്ടതിൽ വിഷമം തോന്നിയവരിൽ ഒരാളാണ് ഉർവശിയും. ഇതേക്കുറിച്ച് മുമ്പൊരിക്കൽ ഉർവശി സംസാരിച്ചിട്ടുണ്ട്. കുടുംബത്തിന്റെ ഭദ്രതയ്ക്ക് വേണ്ടിയാണെങ്കിലും മഞ്ജു അഭിനയ രംഗം വിട്ടതിൽ ഭയങ്കര വിഷമമുണ്ടെന്നാണ് ഉർവശി പറഞ്ഞത്. വിവാഹമോചനം നേടിയ ശേഷമാണ് മഞ്ജു സിനിമാ രംഗത്തേക്ക് തിരിച്ചു വരുന്നത്. നീണ്ട 15 വർഷങ്ങൾക്ക് ശേഷമാണ് 2016 ഹൗ ഓൾഡ് ആർ യു എന്ന സിനിമയിലൂടെ മഞ്ജു തിരിച്ചെത്തിയത്. സിനിമ വൻ ഹിറ്റായി. ഉർവശിയുടെ കരിയറിൽ ഇടവേളകൾ വന്നിട്ടില്ല. മനോജ് കെ ജയനുമായുള്ള വിവാഹശേഷവും നടി സിനിമാ രംഗത്ത് തുടർന്നു. 2000 വിവാഹിതരായ മനോജ് കെ ജയനും ഉർവശിയും 2008 വേർപിരിയുകയാണ് ഉണ്ടായത്. സിനിമാ രംഗത്ത് മഞ്ജുവും ഉർവശിയും ഇന്നും സജീവമാണ്. ജയ് ബേബി എന്ന തമിഴ് ചിത്രത്തിലാണ് ഉർവശിയെ ഒടുവിൽ പ്രേക്ഷകർ കണ്ടത്. മലയാളത്തിൽ റാണി, ജലധാര, പംസെറ്റ് എന്നീ സിനിമകളിലും അഭിനയിച്ചു. മഞ്ജുവിന്റെ സിനിമയിലേക്കുള്ള മടങ്ങിവരവ് ഇന്നും പ്രേക്ഷകർക്കിടയിൽ ഒരു ചർച്ചാ വിഷയമാണ്. മഞ്ജു തിരികെ വരണമെന്ന് വർഷങ്ങൾക്ക് മുൻപ് തന്നെ പ്രേക്ഷകർ ഏറെ ആഗ്രഹിച്ചിരുന്നു. എന്നാൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്തായിരുന്നു മഞ്ജുവിന്റെ സിനിമയിലേക്കുള്ള റീ എൻട്രി. ആദ്യം കണ്ട മഞ്ജുവിനെ ആയിരുന്നില്ല രണ്ടാമത്തെ വരവിൽ കണ്ടത്. അടിപൊളി മാറ്റത്തോടെയായിരുന്നു തിരികെ എത്തിയത്. രണ്ടാം വരവിൽ താരത്തിന്റെ മേക്ക് ഓവറാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത്. റീ എൻട്രിക്ക് ശേഷമുള്ള ഓരോ ചിത്രങ്ങളിലും ഉഗ്രൻ ലുക്കിലായിരുന്നു താരം പ്രത്യക്ഷപ്പെട്ടത്. മഞ്ജുവിന്റെ ലുക്ക് പ്രേക്ഷകരുടെ ഇടയിൽ മാത്രമല്ല സിനിമാ ലോകത്തും ചർച്ചയായിരുന്നു. ഇപ്പോൾ തമിഴകത്തും സജീവമായി കൊണ്ടിരിക്കുകയാണ്. ഇതിനോടകം തമിഴ് പ്രേക്ഷകരുടെ പ്രിയങ്കരിയായി മാറാൻ മഞ്ജുവിന് കഴിഞ്ഞിട്ടുണ്ട്. അതേസമയം ദിലീപിന്റെയും മഞ്ജുവിന്റെയും മകൾ മീനാക്ഷിയെയും ഉർവശിയുടെ മനോജ് കെ ജയന്റെയും മകൾ കുഞ്ഞാറ്റയെയും താരതമ്യപ്പെടുത്തിക്കൊണ്ടുള്ള നിരവധി കമന്റുകളും വീഡിയോയ്ക്ക് വരുന്നുണ്ട്. അമ്മയുടെ വില മനസ്സിലാക്കുന്ന മകളാണ് തേജലക്ഷ്മി എന്ന് നിരവധി പേർ കമന്റ് ചെയ്തു. അമ്മയോട് ശത്രുത ഇല്ലാതെ വളർത്തിയ മനോജ് കെ ജയൻ കയ്യടി അർഹിക്കുന്നു. കുഞ്ഞാറ്റയ്ക്ക് അമ്മയുടെ വില മനസ്സിലാവും. മക്കളായാലും അങ്ങനെ വേണം. ലോകത്ത് ആരുണ്ടായാലും അമ്മ ഇല്ലെങ്കിൽ നമ്മൾ ശൂന്യം എന്നിങ്ങനെയാണ് കമന്റുകൾ. ദിലീപിന്റെയും മഞ്ജു വാര്യരുടെയും മകൾ മീനാക്ഷിയുമായി നിരവധി പേർ തേജലക്ഷ്മിയെ താരതമ്യം ചെയ്തു. അമ്മയിൽ നിന്നും അകലം കാണിക്കുന്ന മീനാക്ഷി തേജലക്ഷ്മിയെ കണ്ടു പഠിക്കണമെന്നാണ് കമന്റുകൾ. മീനാക്ഷി കണ്ടുപഠിക്കണം. ഒരമ്മയ്ക്കും ഈ ലോകത്ത് കുഞ്ഞിനെ മറക്കാൻ പറ്റില്ല എന്നാണ് ഒരാളുടെ കമന്റ്. മീനാക്ഷി ഇതെല്ലാം കാണുന്നുണ്ടോ എന്നാണ് മറ്റൊരാളുടെ കമന്റ്. ദിലീപും മഞ്ജു വാര്യരും വേർപിരിഞ്ഞ ശേഷം മകൾ മീനാക്ഷി ദിലീപിനൊപ്പമാണുള്ളത്. പിന്നീട് ഒരിക്കൽ പോലും മഞ്ജുവിനെയും മകളെയും ഒരുമിച്ച് ആരാധകർ കണ്ടിട്ടില്ല. പൊതുവേദികളിൽ എത്താറുണ്ടെങ്കിലും മാധ്യമങ്ങളോടൊന്നും മീനാക്ഷി സംസാരിക്കാറില്ല. മീനാക്ഷിയെ കുറിച്ചോ ദിലീപിനെ കുറിച്ചോ മഞ്ജുവോ പൊതുവിടങ്ങളിൽ സംസാരിക്കാറുമില്ല. അതേസമയം മനോജ് കെ ജയനും ഉർവശിയും തമ്മിൽ ഇപ്പോൾ പ്രശ്നമൊന്നുമില്ലെന്നാണ് വിവരം. തേജലക്ഷ്മിയുടെ അമ്മ വലിയ നടിയാണെന്ന് മുമ്പൊരിക്കൽ മനോജ് കെ ജയൻ പറഞ്ഞിട്ടുണ്ട്. അതേസമയം വിവാഹമോചന സമയത്ത് രണ്ടുപേരും തമ്മിൽ ആരോപണ പ്രത്യാരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ മഞ്ജുവും ദിലീപും വിവാഹമോചനത്തെ കുറിച്ച് തുറന്ന് സംസാരിച്ചിട്ടില്ല. മാതാപിതാക്കളുടെ പാത പിന്തുടർന്ന് സിനിമാ രംഗത്തേക്ക് വരാനിരിക്കുകയാണ് തേജലക്ഷ്മി. എന്നാൽ മീനാക്ഷി ദിലീപ് ഇതിന് തയ്യാറായിട്ടില്ല. മീനാക്ഷിയുടെ ഡാൻസ് വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകാറുണ്ട്. താരപുത്രി സിനിമാ രംഗത്തേക്ക് വരണമെന്ന് ആരാധകർ ആഗ്രഹിക്കുന്നുമുണ്ട്. അമ്മ മഞ്ജു വാര്യരുടെ കലാപരമായ കഴിവ് മീനാക്ഷിക്കും ലഭിച്ചിട്ടുണ്ടെന്നാണ് ആരാധകർ പറയുന്നത്. മീനാക്ഷി സോഷ്യൽ മീഡിയയിലൊന്നും അത്ര സജീവമല്ലായിരുന്നു. ഇൻസ്റ്റാഗ്രാമിൽ അക്കൗണ്ട് തുറന്നുവെങ്കിലും വളരെ വിരളമായി മാത്രമേ ചിത്രങ്ങൾ പങ്കുവെക്കാറുള്ളൂ. 2020 മീനാക്ഷി ഇൻസ്റ്റാഗ്രാം പേജ് ആരംഭിച്ചത്.
1998 വിവാഹിതരായ ദിലീപും മഞ്ജുവും 2015 നിയമപരമായി വേർപിരിഞ്ഞത്. അതിനുശേഷം മീനാക്ഷി ദിലീപിനൊപ്പമാണ് പോയിരുന്നത്. മീനാക്ഷിക്ക് എപ്പോൾ വേണമെങ്കിലും അമ്മയ്ക്കടുത്ത് വരാമെന്ന് ഒരു വെളിപ്പാടകലെ ഞാൻ ഉണ്ടാകുമെന്നാണ് അന്ന് വേർപിരിയൽ സമയത്ത് മഞ്ജു സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിരുന്നത്. അതിനുശേഷം മീനാക്ഷിയും മഞ്ജുവും ഒന്നിച്ച് പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. ഇരുവരും പരസ്പരമുള്ള ചിത്രങ്ങളോ വിശേഷങ്ങളോ പിറന്നാൾ ആശംസകളോ ഒന്നും തന്നെ പരസ്യമായി പങ്കുവെക്കാറില്ലായിരുന്നു. ഇതാണ് അമ്മയും മകളും സ്വരച്ചേർച്ചയിലല്ല എന്ന തരത്തിലേക്ക് കാര്യങ്ങളെ എത്തിച്ചത്. എന്നാൽ ഇത്തരത്തിലുള്ള വിവാദങ്ങൾ കൊടുമ്പിരി കൊണ്ടിരിക്കുന്നപ്പോഴും മീനാക്ഷിയോ മഞ്ജുവോ ഇതേക്കുറിച്ച് പ്രതികരിച്ചിരുന്നില്ല. മഞ്ജുവുമായി വേർപിരിഞ്ഞ ശേഷം 2016 ദിലീപ് കാവ്യ വിവാഹം കഴിച്ചു. ഇവർക്കൊരു മകളുണ്ട്. മഹാലക്ഷ്മി എന്നാണ് പേര്. മഹാലക്ഷ്മിയുടെ വിശേഷങ്ങളും വൈറലാകാറുണ്ട്. മീനാക്ഷിയും അമ്മ മഞ്ജു വാര്യരും ഒന്നിക്കുന്ന നിമിഷത്തിനായി കാത്തിരിക്കുകയാണ് മലയാളികൾ. കുറച്ച് നാളുകൾക്ക് മുമ്പ് നടൻ പൃഥ്വിരാജിന്റെ വിവാഹത്തിന് അച്ഛനും അമ്മയ്ക്കും ഒപ്പം മീനാക്ഷി എത്തിയ പഴയകാല ചിത്രങ്ങൾ ഫാൻസ് ഗ്രൂപ്പുകളിലടക്കം വൈറലായിരുന്നു. വലുതായപ്പോൾ അമ്മയും മകളും ഒന്നിച്ചെങ്കിലും ചെറുപ്പത്തിൽ ഇരുവരും ഒന്നിച്ചുള്ള നിരവധി ചിത്രങ്ങളും വീഡിയോകളും ഇപ്പോഴും ആരാധകർ ആഘോഷമാക്കാറുണ്ട്.